SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. തിരൂരിൽ ആദ്യമായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ അതിസങ്കീർണമായ ടാവി വാൾവ് റിപ്പയറിംഗ് വിജയകരമായി പൂർത്തീകരിച്ചു. പൊന്നാനി സ്വദേശിനി 74 വയസ്സുള്ള സൈനബയ്ക്കാണ് സങ്കീർണമായ ഹൃദയം തുറന്ന ശസ്ത്രക്രിയയില്ലാതെ വാൾവ് മാറ്റിവെച്ച കൃത്രിമ വാൾവ് സ്ഥാപിക്കുന്ന ടാവി ശസ്ത്രക്രിയ നടത്തിയത്. വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിയെന്നും കേവലം 3 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് രോഗി സാധാരണ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതായും വീട്ടിലേക്ക് തിരിച്ചുപോയതായും പത്രസമ്മേളനത്തിൽ ഡോക്ടർമാർ അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്നത് നമ്മുടെ സ്ഥാപനം അനുദിനം വലിയ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വാർത്താ സമ്മേളനങ്ങളിലും നിങ്ങളോട് പറഞ്ഞതൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. നേരത്തെ CT സ്കാൻ ഉണ്ടാകുന്ന സമയത്ത് MRI സ്കാൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായി. കാർഡിയാക് ഡിപ്പാർട്ട്മെൻറ്റ് ഫാത്തിമ ഹെൽത്ത് കെയറുമായി സഹകരിച്ചുകൊണ്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായി തന്നെ ഒരു വിദഗ്ധമായ ഒരു സർജറി കൂടി ഇവിടെ നടന്നിരിക്കുകയാണ്. ടവി എന്ന പേരിൽ അറിയപ്പെടുന്ന സാധാരണ നിലയിൽ നമ്മുടെ പൂർണ്ണമായും ഓപ്പൺ സർജറി നടത്താതെ തന്നെ വാൾവ് മാറ്റി കൃത്രിമ വാൾവ് വെക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ ചികിത്സാരീതി വിജയകരമായി ഇവിടെ നടപ്പിലാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. സാധാരണ നമ്മൾ വലിയ സിറ്റികളിൽ പോലും വലിയ ഹോസ്പിറ്റലിൽ പോലും ഈ അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗത്തിൽ പിടിപെട്ട ആൾക്ക് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ്. അപ്പോൾ അയോട്ടിക് ഏരിയയിൽ ഒരു വാൾവ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അത് ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഹൈ ടെക്നിക്ക് വെച്ചിട്ടാണ്. ആ ടെക്നിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ഇവിടെ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വലിയ അതിശയമായിരുന്നു. വളരെ റെയറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം, 4 ദിവസം മുമ്പേ ഈ സർജറി ഇവിടെ ചെയ്യും. ഇന്നലെ വൈകുന്നേരം തന്നെ ആ പേഷ്യൻ്റ് ഇവിടുന്ന് പോകേണ്ടതായിരുന്നു. പിന്നെ ഇവർ ഇന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അവരുടെ ആ ഒരു റിലീഫ് തന്നതാണ് ഇന്ന് ഞങ്ങൾ ഈ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷം. ഈ പരിസരത്തുള്ള ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ജനങ്ങൾക്ക് ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായി മാറാം. അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നടത്തുമ്പോൾ ഓരോ ദിവസവും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിലവിൽ കൊണ്ടുവരികയും ഇവിടെ ഏറ്റവും വലിയ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി നടത്തുക. അത് വളരെ ചലഞ്ചബിളായിരുന്ന സമയത്താണ് ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് അത്രയും ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങൾക്കത് ആവശ്യമാണ്. നല്ലവരായ കുറേ പേര് ജനങ്ങൾ ഇതിൻ്റെ കൂടെ ഡയറക്ടർമാരുടെ കൂടെ കൂടിയതുകൊണ്ടാണ് ഈ സ്ഥാപനം ഉണ്ടായത്. ഈ കേസിനെ കുറിച്ചിട്ട് ഡോക്ടർ സാദത്തും അതുപോലെ തന്നെ ഡിബിനും പറയും. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പറഞ്ഞുതരാം. ആക്സിഡൻറ്റിനെ കുറിച്ച് ഞാൻ ഡോക്ടർ ഡിബിൻ മുഹമ്മദ്, ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പിൻ്റെ CEO ആണ്, കാർഡിയോതൊറാസിക് സർജനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയും. അതായത് മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണ് ഈ അയോട്ടിക് വാൽവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കാലാകാലമായി മാറ്റിക്കൊണ്ടിരിക്കുന്നത് നെഞ്ച് തുറന്ന് അത് നമ്മൾ കാർഡിയോപൾമണറി ബൈപ്പാസ് എന്ന് പറഞ്ഞ മെഷീനിലേക്ക് ഹാർട്ടിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് തുറന്ന് റീപ്ലേസ് ചെയ്ത് തിരിച്ച് ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യലാണ് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. അങ്ങനെയാണ് നമ്മളത് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലമായിട്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഈ കുറച്ച് കാലം മുന്നെയാണ് നമ്മൾ അമേരിക്കയിൽ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചത്. ആസ് ഇൻ ലൈക്ക് നമുക്ക് എങ്ങനെയാണോ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് വാൽവ് മാറ്റിവെക്കാം എന്ന് അവർ കണ്ടുപിടിച്ചു. അതന്നെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്തു. അപ്പോൾ ഇത് അങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതാണ് അതിൻ്റെ കോർ. അപ്പം
അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിസങ്കീർണമായ ഒരു കാര്യമാണ്. കാരണം മഹാധമനിയുടെ അവിടെയുള്ള ഒരു വാൽവാണ് ഇത്. അപ്പോൾ അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പോൾ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എത്ര നല്ല രീതിയിൽ അത് ചെയ്യാൻ പറ്റുമോ അതാണ് അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോകത്ത് എവിടെ പോയാലും, ഇപ്പോൾ ഈ 74 വയസ്സുള്ള ഈ ഉമ്മ US പോയാലും UK പോയാലും ഇതേ സർജറിയാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഈ 74 വയസ്സുള്ള ഒരു ഉമ്മയ്ക്ക് സർജറിക്ക് വളരെ റിസ്ക് കൂടുതലാണ്. ഏജ് കൂടുന്തോറും നമ്മൾ ഈ പറയുന്ന ഈ പ്രൊസീജിയറിൻ്റെ റിസ്ക് വളരെയധികം കൂടും. അപ്പോൾ ആ റിസ്ക് ഉള്ള ഒരു പേഷ്യൻ്റ് എവിടെ പോയി കഴിഞ്ഞാലും അവർ അഡ്വൈസ് ചെയ്യുന്നത് ടാവി എന്ന് പറയുന്ന ഈ പ്രൊസീജിയറാണ്. അതായത് ഇൻ്റർവെൻഷനിലൂടെ നമുക്ക് വാൽവ് റീപ്ലേസ് ചെയ്യുക. ഇതാണ് ഈ ഉമ്മ എവിടെ പോയാലും ഇതന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് ഈ ഇവിടെ വരുന്നതിന് തൊട്ട് മുന്നേ വരെ ഉമ്മയ്ക്ക് സ്വന്തമായി എണീറ്റ് നടക്കാനോ മുന്നോട്ട് പോയി സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയിലാണ് ഉമ്മ ഇവിടെ വന്നത്. 1 അടി 2 അടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ വരും. എന്ത് ചെയ്യണമെങ്കിലും ആൾക്കാരുടെ സഹായം വേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ ഉമ്മ നമ്മളടുത്ത് വന്നത്. അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മ വളരെ പോസിറ്റീവായിരുന്നു. ഇത് ചെയ്യാനുള്ള എല്ലാ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും ഉമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പ്രൊസീജിയർ ചെയ്ത പിറ്റേ ദിവസം തൊട്ട് ഉമ്മ ആ മുഖത്താ നമുക്ക് സന്തോഷം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു, എന്തോരം റിലീവ്ഡ് ആണെന്നുള്ളത്. അവർ സ്വന്തമായി എണീറ്റിരിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഇറങ്ങി നടന്നു, ആ ചുറ്റുവട്ടത്തെല്ലാം നടന്നു, അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊരു സന്തോഷം. അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ശക്തമായ ശ്വാസതടസ്സവും നടക്കുന്ന സമയത്ത് കിതപ്പും അനുഭവപ്പെട്ട രോഗി ശിഹാബ് തങ്ങൾ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗത്തിലെത്തുകയും സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സാദത്ത് പരീദിന്റെ വിശദമായ പരിശോധനയിൽ വിദഗ്ധ ചെക്കപ്പുകൾക്ക് ശേഷമാണ് ഈ രോഗം തിരിച്ചറിയുകയും വാൽവ് മാറ്റിവെക്കണമെന്ന് രോഗിയുടെയും ബന്ധുക്കളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രശസ്ത കാർഡിയോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ MS അഷ്റഫ്, ഡോക്ടർ സാദത്ത് പരീദ്, ഫാത്തിമ ഹെൽത്ത് കെയർ CEO ഡോക്ടർ ദിബിൻ മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘമാണ് ഈ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് കൂടെ ലഭ്യമാകണമെന്ന ലക്ഷ്യത്തോടുകൂടി നവംബർ 24 മുതൽ നവംബർ 29 വരെ കുറഞ്ഞ ചിലവിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായുള്ള ബൈപ്പാസ് സർജറി ഒരുക്കും. രോഗികളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനാ ക്യാമ്പ് നവംബർ 17 ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ അബ്ദുറഹ്മാൻ രണ്ടത്താണി, വൈസ് ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ഡയറക്ടർമാരായ ഡോക്ടർ KP ഹുസൈൻ, പാറപ്പുറത്ത് ബാവ ഹാജി, വാഹിദ് കൈപ്പാടത്ത, CP ബാബു, അബ്ദുള്ളക്കുട്ടി അമ്മേങ്ങര, സാഹിറ ബാനു, സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസമ്മിൽ, ഫാത്തിമ ഹെൽത്ത് കെയർ CEO ഡോക്ടർ ദിബിൻ മുഹമ്മദ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ അൽതാഫ് കണ്ണേത്ത്, അഡ്വൈസർ ഡോക്ടർ ഹുസൈൻ പരപ്പിൽ, മാനേജർ KP ഫസലുദ്ദീൻ, PROമാരായ ഷംസുദ്ദീൻ കുന്നത്ത, റസാഖ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. 6 നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.